ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് നോക്കാം. രണ്ടെണ്ണം വന്നു. ഇതില് 10 of Wands-ഉം Queen of Swords-ഉം ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം വന്നത് 10 of Wands-ന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരെയോ ഒരു സമീപിക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. ചില ആൾക്കാർക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം. ചില ആൾക്കാർക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാര്യം വിറ്റു പോകുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. എന്തായാലും ഒന്നുകിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് എന്താകുമെന്ന് നമുക്ക് നോക്കാം. ഇതില് ക്യൂൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ശരിക്കും ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കാതിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം വളരെ ക്ലിയർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. യെസ് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണമെന്ന് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു കാര്യം, അങ്ങനത്തെ ഒരു കാര്യമൊക്കെ നിങ്ങൾ മതിയാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത മറ്റുള്ളവരെ സോപ്പിടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാലും അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് വളരെ ഇതായിട്ട് പറയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടായിരിക്കില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ, എന്നാൽ ഒരു ദേഷ്യ ഭാവത്തിലല്ലാതെ വളരെ നർമ്മത്തിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ ചിലപ്പോൾ ഇന്നലെ തന്നെ അത് ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. നാളെ ഇങ്ങനെ പെരുമാറിയാൽ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കണം എന്ന് നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവരൊന്ന് ഒരു ഭയപ്പെടുന്ന ഒരു എനർജി, അതായത് പണ്ടത്തെ പോലെ അല്ല, നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം വന്നു എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളുടെ വീല്, അതായത് കാലം, അത് നിങ്ങളും കൂടി പ്രയത്നിച്ച് കറങ്ങിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും വരട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ പ്രയത്നിക്കേണ്ട സമയത്ത്, നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് അങ്ങനെ ആക്ഷൻ എടുത്താലേ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെ ആക്ഷൻ എടുത്തു എന്നാണ് കാണുന്നത്. ഭാഗ്യം ഇന്ന് നിങ്ങളുടെ പക്ഷത്താണ്, നിങ്ങൾക്ക് അനുകൂലമാണ് ഭാഗ്യം. അപ്പോൾ ഇതില് ലക്കുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരും എന്നുള്ളതാണ്. പക്ഷെ ആലോചിച്ച് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ട് എല്ലാ കാര്യവും ചെയ്യാൻ പോകാതിരിക്കുക. നമ്മൾ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ചെയ്താൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. കാരണം നമ്മൾ പല ദിവസങ്ങളിലും നമ്മൾ എത്ര ആലോചിച്ചിട്ട് എത്ര ബുദ്ധിപൂർവ്വം പല കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോൾ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റൂല. കാരണം ഭാഗ്യം അന്നത്തെ ദിവസം നമുക്ക് അനുകൂലമായിരിക്കില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെയും നിങ്ങൾക്ക് യെസ് പറയുന്ന ഒരു ദിവസമാണ്. നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഇന്നത്തെ ദിവസം ചിലപ്പോൾ വേണ്ട, ഒന്നും പറയണ്ട എന്ന് ചിന്തിച്ച് അവരെ വൈരാഗ്യമൊക്കെ കളയുന്ന ഒരു ദിവസമാണ്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കുറെ ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ട്രാവൽ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ട് എന്നാണ് കാണുന്നത്. ഹൈറഫന്റിന്റെ എനർജിയാണ് ഇതില്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളൊരു കല്യാണത്തിന് പങ്കെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരു ട്രഡീഷണൽ മാരേജിന് പങ്കെടുക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു ഗുരുവിനെ കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ ഒരിക്കലും നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്.
നമ്മൾ ഓൺലൈനിൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പോൾ അതിലൂടെ ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് റീഡിങ്ങിന് വരുന്ന ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. ഓൺലൈനിൽ പരിചയപ്പെട്ട ഗുരുക്കന്മാർ ഒരുപാട് അവിടെ നിന്ന് ഒരുപാട് ഇഷ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു എനിക്കത് എത്ര എണ്ണം പറയണം എന്നില്ല, അത്രയധികം ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിലിരുന്ന് പറയുമ്പം ഒരുപാട് നല്ലതാണെന്ന് വിചാരിച്ച് അവരെ ഫോളോ ചെയ്യും. അപ്പോൾ അതിൽ പക്ഷേ വലിയ ചീറ്റിങ് ഉണ്ടാകും. പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. പലതരത്തിലുള്ള ചീറ്റിങ് അവർക്ക് അതുണ്ടാകും. ആദ്യം നമുക്കത് മനസ്സിലാവില്ല, ഇനി നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ചാനലോ ഒരു വ്യക്തിയോ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന, വ്യക്തിപരമായി എനിക്ക് അറിയാവുന്ന ആളിനെ മാത്രമേ ഞാൻ അതങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത ഒരു കാര്യവും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ ആ ബോർഡ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ചാനലിൽ കൃഷ്ണയെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, വേറെ കുറേ ചാനൽ ഇങ്ങനെ ഒന്ന് പറയുമോ, നല്ലതാണെന്ന് പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ മെസ്സേജ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാത്ത കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം ഞാൻ പറയാറില്ല. പിന്നെ ഈ ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് ചിലപ്പോൾ എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് കുറേ ആൾക്കാരത് ഫോളോ ചെയ്യുമ്പോൾ അവരവിടെ എന്താണ് ചെയ്യണതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഒരു ചാനലും അങ്ങനെ ചെയ്യാത്തത്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വിശ്വാസമുള്ള കാര്യമാണ് ഞാൻ പറയണത്, അല്ലാതെ വേറൊരാൾ പറയുന്ന കാര്യം ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ പറയണത് ചില ആൾക്കാർക്ക് ഒരു ഗുരുവിനിൽ നിന്നും തട്ടിപ്പുണ്ടായ ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. മീൻസ് ചീറ്റിംഗ് ഉണ്ടായ ഒരു എനർജി, അങ്ങനെയുള്ള എനർജി ഉള്ള ആൾക്കാർ, അവരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. 3 of Wandsന്റെ എനർജിയാണ് ആലോചിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേ കാലം കൊണ്ട് ആലോചിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, വരുന്നത് വരട്ടെ, മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. മൂൺ ഗാർഡാണ്. നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൽ നിന്നും ഒരു മെസ്സേജസ് കിട്ടുന്നുണ്ടായിരിക്കാം, ഇൻഡ്യൂഷൻസ് കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കേട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ചോളണം. നമ്മൾ അത് ഇൻഡ്യൂഷൻസിലൂടെ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്കത് പെട്ടെന്ന് തോന്നി ഇത് ഇങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സംഭവങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാം. ചിലപ്പോൾ അത് സ്വപ്നത്തിലായിരിക്കാം, ചിലപ്പോൾ പുറത്തുള്ള പല കാര്യങ്ങൾ, ചില മൃഗങ്ങളിലൂടെയോ പക്ഷികളിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മെസ്സേജ് കിട്ടാം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള സ്പിരിച്വൽ വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് സമയമെങ്കിലും, ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, സെൽഫ് ടോക്ക് നടത്തുക, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളുടെ കുറേ കാര്യങ്ങൾ നമ്മളെന്ന് പറയുന്ന വ്യക്തിയിൽ നമ്മൾ കുറേ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെയാണ് എൻ്റെ പോസിറ്റീവ്, എന്തൊക്കെയാണ് എൻ്റെ നെഗറ്റീവ്, ഞാൻ എന്ത് ചെയ്താണ് അത് മാറ്റാൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ഗ്രോത്തിന് വളരെയധികം ഉപകാരപ്പെടും എന്നാണ് കാണുന്നത്. 5 of കപ്പിൻ്റെ എനർജിയാണ് ഇത്. ഒരു നഷ്ടപ്പെടലിൽ നിന്നും നിങ്ങൾ ഒരു ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇനി മുന്നോട്ട് പോകൂല, ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ ഒന്നുമില്ല, എനിക്ക് ഇനിയും പറ്റും എന്നുള്ള ഒരു ഊർജ്ജം സ്വീകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ഹാപ്പിയാണെന്ന്. പാസ്റ്റിനെ പാസ്റ്റായിട്ട് കളയാൻ ഇന്ന് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് പറ്റും എന്നാണ്. അല്ലെങ്കിൽ പറ്റാത്ത ആൾക്കാർക്കുള്ളൊരു മെസ്സേജാണ്. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ അത് പാസ്റ്റ് അങ്ങനെ തന്നെ കാണുക, അങ്ങനെ തന്നെ കളയുക. അത് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം പാസ്റ്റിൽ നിന്ന് നമ്മൾ എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. നമ്മൾ അവിടുത്തെ വേദനയുള്ള ഓർമ്മകളൊന്നും സൂക്ഷിച്ച് വിഷമിക്കാതെ നമുക്ക് വരുന്ന നന്മകൾ, നമുക്കുള്ള നന്മകളിൽ നമ്മൾ സന്തോഷിക്കുക.
ഇപ്പം നമുക്ക് ഒരുപാട് നന്മകളുണ്ടെങ്കിലും നമുക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല. പാസ്റ്റിലെ വേദനകളിൽ ഇരുന്നാൽ നമുക്കത് നമുക്ക് തരുന്ന നന്മകൾ കാണാനും പറ്റൂല, ഇപ്പം ഉള്ളത് കാണാനും പറ്റൂല. അപ്പം അത് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അത് നമ്മളൊന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ളതാണ്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതാണ് പറഞ്ഞത്, നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചിലപ്പോൾ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നല്ല കൂട്ടുകെട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വഴി നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും ആ ഒരു ഓർമ്മകളിലാണ്. എന്നാലും അങ്ങനെ ആ ഒരു വ്യക്തി അത് ചെയ്തല്ലോ, അല്ലെങ്കിൽ ആ വ്യക്തികൾ അത് ചെയ്തല്ലോ, എന്നെ തെറ്റിദ്ധരിച്ചല്ലോ, എന്നെ ഉപേക്ഷിച്ചല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതിൽ നിന്നാണ് നിങ്ങളൊന്ന് ഈ ഒരു 5 ഓഫ് കപ്പ് ഇതിന്റെ ഒരു എനർജിയിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടത് പൊക്കോട്ടെ, അത് നമുക്കുള്ളതല്ല. നമുക്ക് നഷ്ടപ്പെട്ട കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. ആ നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ ഇപ്പം നിങ്ങളിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് കാണുന്നത്. നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആകേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങളും കൂടി ഉപേക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പാസ്റ്റിലുള്ളതും പോയി, ഇനി ഇപ്പോൾ ഉള്ളതിന്റെ നിങ്ങൾക്ക് ആവശ്യമില്ല, അങ്ങനെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിനെ മെരുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. മനസ്സ് നമ്മളെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെ നെഗറ്റീവ് സൈഡ് മാത്രം കാണിച്ചു തരും. അതായത് നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ മാത്രം മനസ്സിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരും. ഇത് കണ്ടോ, ഇത് പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചില്ലേ, ഇത് കണ്ടോ എന്ന് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കാണിച്ചു തരും. നിങ്ങൾക്കുള്ളൊരു സന്തോഷങ്ങളും അതിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതായിപ്പോവും. നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ഒരു തരത്തിലുള്ള ബലവും കൊടുക്കാതിരിക്കുക. ഇപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ട്, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട്. വേറെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രാജാക്കന്മാരാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, കാരണം നിങ്ങൾക്ക് സ്ട്രെങ്ത് വരാനുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകണം എന്നാണ്. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതിൽ. വിട്ടുപോയ ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത്. ഇപ്പൊ നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയിട്ടുണ്ടായിരിക്കാം. അവർ വീണ്ടും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരാണ്. അവർ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, അവർ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമില്ല. അങ്ങനത്തെ ഒരു എനർജി ഉള്ള ആൾക്കാരാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തികളും നമ്മളെ അധികം വേദനിപ്പിക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ നമ്മൾ വേദനിക്കുമ്പോൾ അവർ വേദനിക്കും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ വിട്ടുകളയൂല, അമിതമായി വേദനിപ്പിക്കില്ല. അപ്പം എല്ലാ റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷെ അധികകാലം നീണ്ടു നിൽക്കൂല, നമ്മൾ അവിശ്വസിക്കൂല. അപ്പം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നമ്മൾ അധികം അവിശ്വസിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണെന്ന് കേൾക്കാൻ ശ്രമിക്കും. അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, നമ്മളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. വീണ്ടും ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പോകാതിരിക്കണം എന്നാണ് ഈ ഒരു ഇന്നത്തെ മെസ്സേജിൽ പറയുന്നത്. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, ഒരു ഫുൾഫില്ലായ ഒരു എനർജി ആയിരിക്കും. നിങ്ങളുടെ ഫാമിലിയായിട്ട് വളരെ സന്തോഷത്തിലിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ സക്സസ് ആണ് എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. 9 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇതിൽ ചിലപ്പോൾ ഇന്നലെ രാത്രി ഒരുപാട് പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ട് ഉറങ്ങാതിരുന്ന, വിഷമിച്ചിരുന്ന കുറേ ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിൽ ആ തോട്ടിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും നമുക്ക് ദുസ്വപ്നം കാണുകയും, നെഗറ്റീവ് എനർജിയിലാണ് നമുക്ക് സ്വപ്നം മോശമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതിപ്പോൾ നോക്കാം, നമുക്ക് കൃഷ്ണ ഓറക്കിൽ നിന്നും ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. യുവർ കോൾ വിൽ ബി ആൻസേർഡ് ആണ്. യു ആൻഡ് യുവർ പ്രേയേഴ്സ് ആർ നെവർ അൺഹിയർഡ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത്
ഞാൻ വിളിക്കുന്നതൊന്നും ദൈവം കേൾക്കണില്ലല്ലോ, ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കണില്ലല്ലോ എന്നാണ്. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും, ദൈവം അത് കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. നിങ്ങൾ ഉത്തരം തരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരും. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ടിരിക്കേണ്ട എന്നുള്ളതാണ്. ടഫ് ടൈംസ് ആണ്. നിങ്ങൾ ഈ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാണ്. എന്ത് സംഭവിച്ചാലും, എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ട് കളയുക. ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോകും. പിന്നെ നമ്മളെ എപ്പോഴും പൂർണ്ണമായും ഒന്ന് നശിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ പൂർണ്ണമായും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടതിന് ശേഷം അടുത്തത് വളരെ ശക്തിയിൽ തിരിച്ചു വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾ എന്ത് നഷ്ടപ്പെട്ടാലും അതിൻ്റെ പുറകിൽ ഒരു സീഡെങ്കിലും കാണും എന്നുള്ളതാണ്. അത് വളരെ വലിയ മരമായിട്ട് അല്ലെങ്കിൽ വളരെ ശരിക്കും ഹെൽത്തി ആയിട്ട് അത് വീണ്ടും തിരിച്ചു വരും എന്നാണ് കാണുന്നത്. റീഗ്രോത്തും റീജനറേഷനും ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം പുതിയതായിട്ട് നഷ്ടപ്പെട്ടു പോയ കാര്യം അതങ്ങനെ തന്നെ കിടക്കട്ടെ, നിങ്ങൾ അതിലൊന്നും ചെയ്യാൻ പോണ്ട. പക്ഷെ അതിൻ്റെ സീഡ് എപ്പോഴെങ്കിലും ഉണ്ടാകും. ആ സീഡ് വീണ്ടും വളരും, അത് വീണ്ടും ഗ്രോത്ത് ആകും, വീണ്ടും അത് പഴയ പോലെ പൂക്കുകയും കായ്ക്കുകയും ഫലം തരുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. ചേഞ്ച് ഓഫ് പ്ലേസ് ആണ്. ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഒരു യാത്രയിലായിരിക്കാം, നിങ്ങളിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്ന എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ ചേഞ്ചസിനെ ഒന്ന് ഉൾക്കൊള്ളാനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നുകിൽ ജീവിക്കുന്ന സ്ഥലമോ ജീവിക്കുന്ന വീടോ, ഇപ്പം താമസിക്കുന്ന വീടോ നിങ്ങളൊന്ന് മാറുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് അവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.